പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്ന് കരകയറിയ ഇന്ത്യ വീണ്ടും തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് എത്തുന്ന ദിവസമാണ് വരുന്ന ചൊവ്വാഴ്ച. അന്നാണ് റാഫേൽ കേസിൽ സുപ്രീം കോടതിയുടെ വിലപ്പെട്ട വിധിയെത്തുക. അതോടെ ഇന്ത്യൻ രാഷ്ട്രീയം വീണ്ടും റാഫേൽ അഴിമതിയും തൊഴിലില്ലായ്മയും ന്യൂനപക്ഷ പീഡനങ്ങളും കൊണ്ട് നിറയും. ഒരു പക്ഷേ 5 വർഷം കൊണ്ട് രാജ്യസുരക്ഷ പോലും അവതാളത്തിലായ കേന്ദ്രഭരണം മുമ്പത്തേതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ ചോദ്യം ചെയ്യപ്പെടും. കഴിഞ്ഞ ഡിസംബർ 14 രാഷ്ട്രീയ നിരീക്ഷകർ ഇതുപോലെ കാത്തിരുന്ന ദിവസമാണ്. അന്നായിരുന്നു റാഫേൽ കേസിൽ CBI അന്വേഷണം വേണോ എന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞത്. അതുവരെ ഉയർന്നു വന്ന തെളിവുകളുടെയും ആരോപണങ്ങളുടെയും അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരുന്ന ഒരു അന്വേഷണം കോടതി ആവശ്യപ്പെടുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. എന്നാൽ മറിച്ചായിരുന്നു കോടതിയുടെ തീരുമാനം. അധിക അന്വേഷണമെന്ന ആവശ്യം തള്ളി. നരേന്ദ്രമോദി സർക്കാരിന് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ ആ വിധി. റാഫേൽ വിമാനങ്ങളുടെ വില അടക്കമുള്ള കാര്യങ്ങൾ CAG-യും പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ടൻസ് കമ്മിറ്റിയും പരിശോധിച്ചിട്ടുണ്ട്. അവർക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന നിഗമനത്തിൽ സുപ്രീം കോടതി എത്തുകയായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു അറിവ് പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും സംബന്ധിച്ച് പുതിയതായിരുന്നു. CAG റിപ്പോർട്ടും PSC പരിശോധനയും നടന്നിട്ടില്ല എന്ന് അവർ വാദിച്ചു. പ്രതിപക്ഷം കള്ളം പറയുന്നുവെന്നാണ് ആ ദിവസങ്ങളിലെ ചാനൽ ചർച്ചകളിൽ BJP വക്താക്കൾ വീറോടെ വാദിച്ചത്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത കൗതുക വാർത്തകൾ പുറത്തു വരുന്നത്. പബ്ലിക് അക്കൗണ്ടൻസ് കമ്മിറ്റിയും CAG-യും റാഫേൽ വിമാനങ്ങളുടെ വില പരിശോധിച്ചിട്ടുണ്ടെന്ന വസ്തുത ശരിയല്ല. അപ്പോൾ ആ തെറ്റായ വിവരങ്ങൾ സുപ്രീം കോടതിയുടെ വിധിയിൽ എങ്ങനെ വന്നുവെന്ന ചോദ്യം ഉയരുന്നു. തങ്ങൾ അങ്ങനെയല്ല സത്യവാങ്മൂലം കൊടുത്തതെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. സുപ്രീം കോടതിക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് മനസ്സിലാക്കിയതിൽ വന്ന പിഴവാണെന്നും സൂചനയുണ്ടായി. പിന്നീടത് അച്ചടി തെറ്റാണെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. വിവരങ്ങളിലെ തെറ്റ് തിരുത്താനുള്ള പെറ്റീഷൻ സർക്കാർ കോടതിക്ക് സമർപ്പിച്ചു. തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന വിധി പുനർപരിശോധിക്കണമെന്നാവശ്യപ്പെടുന്ന 4 ഹർജിയും കോടതിക്ക് മുമ്പിലെത്തി. ഇവയെ ആസ്പദമാക്കിയ വാദവും വിധിയുമാണ് ചൊവ്വാഴ്ച ഉണ്ടാവുക. വാദം കേൾക്കാനുള്ള അവസരം കോടതി ജനത്തിന് നൽകിയിട്ടില്ല. തുറന്ന കോടതിക്ക് പകരം ചേംബറിലായിരിക്കും വാദം കേൾക്കുക. ആരും നിഷ്കളങ്കരല്ല എന്ന ഒരു പരാമർശം കഴിഞ്ഞയാഴ്ച സുപ്രീം കോടതിയിൽ നിന്ന് വന്നതിന്റെ പശ്ചാത്തലത്തിൽ കോടതി വിധി ആകാംക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം, റാഫേൽ കേസിലെ ഉത്തരവ് പുനർപരിശോധിക്കണം എന്നീ ആവശ്യങ്ങളുമായി മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ, ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് തുടങ്ങിയ പ്രമുഖരാണ് ഹർജി നൽകിയിട്ടുള്ളത്. ഹർജിയിലെ തകരാറുകൾ തിരുത്തി നൽകി കോടതി നടപടി വേഗത്തിലാക്കുന്നതിന് പകരം ഈ ഹർജിയുടെ പേരിൽ ആളാകാനാണ് അവർ ശ്രമിക്കുന്നതെന്ന സൂചന നൽകിയാണ് സുപ്രീം കോടതി ആരും നിഷ്കളങ്കരല്ല എന്ന പരാമർശം നടത്തിയത്. ആ വാചകം അതേസമയം കേന്ദ്ര സർക്കാരിനും ബാധകമാണെന്ന് അഭിപ്രായം ഉയരുന്നു. എന്തായാലും സുപ്രീം കോടതിയുടെ നിലപാട് തിരഞ്ഞെടുപ്പിന് വീണ്ടും ചൂട് പകരുമെന്ന് തീർച്ച. ആ ചൂടിൽ നരേന്ദ്രമോദി കൂടുതൽ വിയർക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ ആ വിയർപ്പ് അപകടമുണ്ടാക്കുമെന്ന നിരീക്ഷണവും ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം ലോകത്തെവിടെയൊക്കെ ഭരണാധികാരികൾ ജനങ്ങളാൽ ചോദ്യം ചെയ്യപ്പെട്ട ഉത്തരം മുട്ടുന്നുവോ അവിടെയൊക്കെ അതിർത്തിയിൽ ശത്രു രാജ്യവുമായി യുദ്ധമുണ്ടാവുക പതിവുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.